അവിടെ അംഗീകാരം അർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, MLA അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ പ്രിയ നേതാവിനെ ഏറ്റുവാങ്ങുന്നതിനായി ഈ വീട്ടിലേക്ക്, അതായത് ഈ വേദിക്കകത്ത് പ്രിയ നേതാവിനെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവർ കൊച്ചു കുഞ്ഞുങ്ങളടക്കം മുട്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകൾ കണ്ണീരോടെ നിൽക്കുന്നവർ, വെള്ളവും ഉപേക്ഷിച്ച് നിൽക്കുന്ന ആളുകൾ, ഉറക്കം പോലും ആളുകൾ, അവരുടെയൊക്കെ അവസാനമാകാൻ പോകുന്ന വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യാതൊരുവിധ തടസ്സവുമില്ലാതെ ഈ നേരെ വീടിനകത്തേക്ക് കയറുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കി തരണം. ഇപ്പോൾ നേരെ വീടിനകത്തേക്ക് കയറുന്നതാണ്. നമ്മുടെ ഈ വീടിന്റെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തിയിരിക്കുന്നത് നിൽക്കുന്ന ആളുകളൊന്ന് ഒതുങ്ങി നിൽക്കണം. മറ്റു ജില്ലകളിൽ നിന്നും ഇന്നലെ ആലപ്പുഴക്കാർ കൂടുതലായും DC ഓഫീസിന്റെ വാതിക്കലും ഒക്കെ എത്തുന്നുണ്ട്. അവിടുന്ന് 10 മിനിറ്റ് വീടിനകത്ത് ബന്ധുക്കൾ കാണുന്ന സമയത്താണ് ചിതയൊരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെയും അത്തരത്തിൽ എല്ലായിടങ്ങളിലും ഒരുപോലെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകും. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് സജ്ജീകരിക്കാനുള്ള സൗകര്യം കൂടെ തരണം. ഇവിടെ ഫ്രീസർ ഉൾപ്പെടെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് എടുത്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടത്തിയിട്ടുള്ള ക്രമീകരണത്തിനകത്തേക്കാരും ഓടിക്കയറാതിരുന്നാൽ മതി. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും അവിടെ സൗകര്യപ്രദമായി കാണാനും ഇരിക്കാനും എല്ലാം സൗകര്യമുണ്ട്. വാളണ്ടിയേഴ്സും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർമാരും തരുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ചാൽ സമയബന്ധിതമായി ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് VS-നെ ഒരു നോക്ക് കണ്ട് മടങ്ങാൻ കഴിയും. എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗേറ്റിന്റെ തെക്ക് ഭാഗത്ത് കൂടെയാണ് VS-ന്റെ ഭൗതിക ശരീരം ഈ വീടിനകത്തേക്ക് എടുക്കുന്നത്. തിരിച്ച് വീടിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ നമ്മളിവിടെ സജ്ജീകരിച്ചിരുന്ന ഫ്രീസറിന്റെ അവിടെ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് പൊതുദർശനം, വീടിനകത്ത് പൊതുദർശനം. PS അച്യുതാനന്ദനെ തിരികെ തൻ്റെ ജന്മഭൂമിയിലേക്ക്, ഹൃദയഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു മുദ്രാവാക്യത്തിനപ്പുറം ശരിക്കും തങ്ങളുടെ കണ്ണും കരളുമാണ് VS എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ VS-ന്റെ മൃതദേഹവുമായി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ കേരളത്തിൻ്റെ ജനഹൃദയം അദ്ദേഹത്തോട് കാണിക്കുന്ന ഈ സ്നേഹം, ഈ വികാരവായ്പ് ഒരു ചരിത്ര യാത്രയായി മാറിയിരിക്കുന്നു. ഇത് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്രയാണ്. ആ യാത്രയിൽ തിരുവനന്തപുരം തൊട്ട് ആലപ്പുഴ വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ദൂരമായിരിക്കും, അല്ലെങ്കിൽ സഞ്ചരിച്ച റൂട്ടായിരിക്കും ഈ ആലപ്പുഴ തിരുവനന്തപുരം. ആ വഴിയിലുടനീളം കാത്തുനിന്ന ജനങ്ങൾ VS എന്ന 2 അക്ഷരം മാത്രം മനസ്സിൽ കരുതി അവിടെ നിന്ന് കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നൊക്കെ ഒരേ സമയം ഇത്ര വിപ്ലവോജ്വലവും ഇത്ര വികാര തീവ്രവുമായ എന്തൊരു മുദ്രാവാക്യമാണ്, ഏതൊരു നേതാവിന് വേണ്ടിയാണ് ഇനി കേരളം വിളിക്കാൻ പോകുന്നത്? കാൽപ്പനികമാണോ? ആണ്. വിപ്ലവമാണോ? ആണ്. അങ്ങനെ VS-ന് സ്വന്തമായൊരു മുദ്രാവാക്യം പോലും ഈ കേരളം സമ്മാനിച്ചു. എപ്പോൾ മുതലാണോ കണ്ണേ കരളെ VS-എ എന്ന് വിളിച്ചു തുടങ്ങിയത് എന്ന് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നത് കേട്ടു. VS-ന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ ഉയർന്നു കേട്ട ആദ്യത്തെ വിളിയാണ് കണ്ണേ കരളെ VS-എ. പിന്നീട് എപ്പോഴോ ആണ് ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നൊരു വരി കൂടി അതിനോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം അവിടെ VS-നെ കാണാൻ വന്നു നിൽക്കുന്ന ചെറിയ കുട്ടികൾ അച്ഛനമ്മമാരുടെ ഒക്കത്തും
തോളിലുമൊക്കെ ഇരുന്ന് അവിടെ VS-നെ കാണാനെത്തുന്ന ആ കുട്ടികളും ഏറ്റുപറയും VS ആരായിരുന്നു ഈ നാടിന്, VS എന്തായിരുന്നു ഈ നാടിന് വേണ്ടി ചെയ്തത് എന്നത് ആ കുട്ടികളടക്കം ഉറക്കെ പറയും നാളെ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ശക്തനായ വിപ്ലവകാരി, അല്ലെങ്കിൽ ഏറ്റവും തീക്ഷ്ണമായ സമര ജീവിതം നയിച്ച വ്യക്തി, നേതാവ്. ആ നേതാവിന് യാത്രയയപ്പ് നൽകുമ്പോൾ അതിൻ്റെ ഭാഗമാവുന്ന കുട്ടി ആ ചരിത്രം നെഞ്ചേറ്റുകയാണ്. ആ കുട്ടിയിലൂടെ പോലും ആ ചരിത്രം ഇനി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചു മുൻപ് കണ്ടു ഒരു കുഞ്ഞു കുട്ടി മുഷ്ടികൾ ചുരുട്ടി, അവൻ്റെ മുഷ്ടി സ്വന്തമായി ചുരുട്ടാറായിട്ടേ ഉള്ളൂ, മുഷ്ടി ചുരുട്ടി VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ ഈ കേരളത്തിൻ്റെ ചുവന്ന മണ്ണിലേക്ക്, ആലപ്പുഴയുടെ ചുവന്ന മണ്ണിലേക്ക്, അതൊക്കെ വലിയ വലിയ കാഴ്ചകളാണ്. VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ 6 വർഷമായി നമ്മൾ VS-നെ കേട്ടിട്ടില്ല. പക്ഷേ VS പറഞ്ഞ ഓരോ വാചകവും നമ്മൾ ഓർത്തോർത്ത് പറയുന്നു. VS ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ ഇപ്പോഴും നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ സാഹചര്യത്തിലും സമാനമായ ഓരോ സാഹചര്യം വരുമ്പോഴും നമ്മൾ പറയുന്നു, അരിയാഹാരം കഴിച്ചവർക്ക് അറിയാമല്ലോ എന്ന VS-ൻ്റെ ചോദ്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ന് രാവിലെ തൊട്ട് മഴ ഇങ്ങനെ വന്നും പോയും ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ VS-നെ കാണാൻ ആലപ്പുഴയിൽ കാത്തു നിൽക്കുന്ന മനുഷ്യന്മാർക്ക് അതൊരു തടസ്സമല്ല. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ആലപ്പുഴയിലേക്ക് കടന്ന, ആ നഗരത്തിലേക്ക് കടന്നപ്പോൾ പെയ്ത കനത്ത മഴ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ആ റോഡ് നോക്കൂ, ചെറിയൊരു റോഡാണ്. ആ റോഡ് മുഴുവൻ VS-ൻ്റെ വീട്ടിലേക്ക് നീളുന്ന വഴിയാണിത്. ആ വഴി മുഴുവൻ ഒരു വശത്ത് ആളുകൾ നിൽക്കുകയാണ്, വരി വരിയായി നിൽക്കുകയാണ്. 2ഉം 3ഉം വരികളാണ് അതെല്ലാം നീളുന്നത്. കേരളത്തിലെ വിപ്ലവത്തിൻ്റെ പര്യായമായി മാറിയ വേലിക്കകത്ത് വീട്ടിലേക്കാണ്. ആ വേലിക്കകത്ത് വീട്ടിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാൾ, കേരളം കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒരാൾ ജീവിച്ചിരുന്നത് ആ വേലിക്കകത്ത് വീട്ടിലേക്കാണ്. അവസാനമായി ആ വീട്ടിൽ വെച്ച് VS-നെ കാണാൻ കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിരയാണ് നമ്മളിപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ രാവിലെ തൊട്ട് ആലപ്പുഴയിലെ CPM നേതാക്കളെല്ലാം ഉള്ളത് വേലിക്കകത്ത് വീട്ടിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലുമൊക്കെയായാണ്. VS-നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ വീരോചിതമായി സ്വീകരിക്കാൻ, വീരോചിതമായൊരു യാത്രയയപ്പ് നൽകാൻ, ധീരസഖാവേ ധീരസഖാവേ എന്ന് ഒരുപാട് തവണ VS-നെ നമ്മളൊക്കെ വിളിച്ചതാണ്. ഈ കേരളത്തിലെ സമരവേദികളിലെല്ലാം മുഴങ്ങിക്കേട്ട വിളിയാണ് ധീരസഖാവേ ധീരസഖാവേ. ആ വിളിക്കോ ഒത്ത തരത്തിൽ തന്നെ തങ്ങളുടെ ധീരസഖാവിന് യാത്രയയപ്പ് നൽകാനായി കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരെയാണ് നമ്മൾ ഈ വഴിയോരത്ത് മുഴുവൻ കാണുന്നത്. ഈ വഴി നീളുന്നത് വേലിക്കകത്ത് വീട്ടിലേക്കാണ്. ഇന്ന് ആലപ്പുഴയിലെ വഴികളെല്ലാം നീളുന്നത് ഒന്നുകിൽ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേലിക്കകത്ത് വീട്ടിലേക്കോ ആണ്. ഇവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ പരമാവധി പേർ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശന സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശം പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പക്ഷേ